നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് മുന്നറിയിപ്പുമായി കുവൈറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ പൗരന്മാരുടെയും താമസക്കാരുടെയും പുതുതായി പുതുക്കിയ പാസ്പോർട്ട് ഇമ്മ്യൂൺ ആപ്ലിക്കേഷനിൽ സ്വയമേ അപ്ഡേറ്റ് ആകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇതോടെ കുവൈറ്റ് ഇമ്മ്യൂൺ ആപ്പിൽ പുതിയ പാസ്പോർട്ട് നമ്പർ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് പാസ്പോർട്ടിന്റെ വാക്സിനേഷൻ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആരോഗ്യ മന്ത്രാലയം ഓട്ടോമേറ്റഡ് സംവിധാനവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇരു മന്ത്രാലയങ്ങൾ വഴിയുള്ള ലിങ്ക് വഴിയാണ് സ്വയം അപ്ഡേറ്റ് ആകുക. 2022 ഏപ്രിൽ 14 അതിനുശേഷമോ പുതുക്കിയ പാസ്പോർട്ടുകൾ ഈ നിയമത്തിന് വിധേയമായിരിക്കും. ഈ തീയതിക്ക് മുമ്പ് തന്നെ പാസ്പോർട്ട് പുതുക്കിയവർ അവരുടെ പുതിയ പാസ്പോർട്ട് നമ്പർ ഉപയോഗിച്ച് ഇമ്മ്യൂൺ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുഷ്റഫിലെ കുവൈറ്റ് വാക്സിനേഷൻ സെന്റർ സന്ദർശിക്കേണ്ടതാണ്. അതേസമയം ഈദ് അവധിക്ക് മുമ്പ് കുവൈറ്റിൽ കോവിഡ് മുൻകരുതൽ നടപടികൾ ലഘൂകരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകൾ ഏറ്റവും താഴ്ന്ന നിലയിലായതിനാലാണ് നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ തീരുമാനമായിരിക്കുന്നത്. ആശുപത്രി വാർഡുകളിലോ തീവ്രപരിചരണ വിഭാഗങ്ങളിലോ ഉള്ള രോഗികൾക്ക് പകരുന്ന രോഗബാധ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് രാജ്യത്തെ എപ്പിഡമോളജിക്കൽ സ്ഥിതി മെച്ചപ്പെട്ടു വരുന്നതായി മന്ത്രാലയ വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രാദേശിക അറബിക് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം 65 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അവസാന കോവിഡ് തരംഗത്തിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ സംഖ്യയാണിത്. രോഗബാധിതരായ 2 വ്യക്തികൾ മാത്രമാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. 7 പേർ ആശുപത്രി വാർഡുകളിൽ ചികിത്സയിലാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുവൈറ്റിൽ നിന്ന് പ്രവാസികളെ നാടുകടത്താൻ ചിലവായത് കോടികളെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. പ്രവാസികളെ നാടുകടത്തുന്നതിൽ വിമാന ടിക്കറ്റിനായി വൻതുകയാണ് കുവൈറ്റ് മുടക്കിയത്. MP അബ്ദുള്ള അൽ മുദാഫിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.